നമസ്കാരം. കേരളത്തിൽ ഒരു മിനിറ്റിൽ ഒരു വ്യവസായം തുടങ്ങാൻ സാധിക്കും എന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ തമാശയായി മാത്രമേ അതിനെ കാണാൻ സാധിക്കൂ എന്നാണ് മുൻ മന്ത്രിയായ രമേശ് ചെന്നിത്തല പറഞ്ഞത്. ശശി തരൂരിൻ്റെ ഒരു ലേഖനത്തെ ആസ്പദമാക്കി ഇപ്പോൾ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ആകെ വാഗ്വാദങ്ങൾ നടക്കുന്നു. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് ശശി തരൂർ തൻ്റെ ഒരു ആർട്ടിക്കിളിൽ പറയുകയുണ്ടായി. എന്നാൽ ഈ ലേഖനത്തിൽ ശശി തരൂർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതറിയില്ല. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല, യാതൊരുവിധ വ്യവസായ സംരംഭത്തിനും പറ്റിയ മണ്ണല്ല കേരളം എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല തുറന്നടിച്ചത്. ഒരു മിനിറ്റിൽ ഒരു വ്യവസായം തുടങ്ങാൻ സാധിക്കും കേരളത്തിൽ, അതിനുള്ള അന്തരീക്ഷമാണ് എന്ന് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റാണ്. ഒരു മിനിറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു വ്യവസായം പൂട്ടിക്കാൻ ഒരുപക്ഷെ കേരളത്തിൽ സാധിച്ചേക്കാം. കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരവും എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുവാൻ ഒരാൾ ഒരു തറക്കല്ലിട്ട് കഴിഞ്ഞാൽ, ഒരു ഫാക്ടറിക്ക് ഒരു തറക്കല്ലിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ കൊടികുത്തുന്ന തൊഴിലാളി യൂണിയൻകാരുടെ അവകാശങ്ങളാണ് പിന്നീട് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് ഒരു വ്യവസായം തുടങ്ങാൻ സാധിക്കില്ലെങ്കിലും ഒരു മിനിറ്റ് കൊണ്ടൊരു വ്യവസായം പൂട്ടിക്കെട്ടാൻ സാധിക്കും. കിറ്റക്സ് സാബുവിൻ്റെ എല്ലാം കാര്യങ്ങൾ ഓർക്കണം എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല തൻ്റെ പ്രസംഗത്തിൽ പറയാതെ പറഞ്ഞു വച്ചത്. ഈ നാട്ടിൽ നടക്കേണ്ട, നല്ല രീതിയിൽ നടക്കേണ്ട ഒരു വ്യവസായം പിന്നീട് മഹാരാഷ്ട്രയിലേക്കും കർണാടകയിലേക്കുമെല്ലാം കിറ്റക്സ് സാബു മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. കിറ്റക്സ് സാബുവിൻ്റെ വ്യവസായ സംരംഭങ്ങൾക്ക് ഇവിടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തിക്ത അനുഭവം തന്നെയാണ് സാബുവിന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തൻ്റെ വ്യവസായ സാമ്രാജ്യം പറിച്ചു നടുവാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. കേരളത്തിന് കിട്ടേണ്ട ജോലിയും അവസരങ്ങളും തന്നെയാണ് ഇതുമൂലം നഷ്ടമായത് എന്നുകൂടി എടുത്തു പറയാതെ വയ്യ. എന്നാൽ ശശി തരൂർ വ്യവസായ സംരംഭ സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് അറിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. എന്തായാലും ഇക്കാര്യം ശശി തരൂരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ശശി തരൂർ പറഞ്ഞത് ശശി തരൂരിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അത് UDFൻ്റെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയോ അഭിപ്രായമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കിയിട്ടുണ്ടായി. കേരളത്തിൽ 5 പൈസ മുടക്കി ഒരു വ്യവസായം തുടങ്ങാൻ പോലും ഒരാൾ പോലും മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യത്തിൽ, പുതിയ യാതൊരു സ്റ്റാർട്ടപ്പുകളും ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ ഏതാണ്ട് 3 ലക്ഷത്തിലധികം വ്യവസായ സ്റ്റാർട്ടപ്പുകൾ, സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് പറയുന്നുണ്ടെങ്കിൽ അത് കള്ളക്കളി തന്നെയാണ്. ഈ നാട്ടിൽ ആരെങ്കിലും ഒരു തുണിക്കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ വരെ വ്യവസായ സംരംഭമായി കണ്ടുകൊണ്ട് സർക്കാരിൻ്റെ കണക്കിൽ എഴുതി വയ്ക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിനെ അംഗീകരിക്കാനും പറ്റില്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ശശി തരൂർ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തോട് ചോദിക്കും. അദ്ദേഹത്തിന് ആരെങ്കിലും ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതും ആരായും എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്ന് അടിവരയിട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ അഭിമുഖ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിൽ വ്യവസായങ്ങൾ വളരുന്നു, വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. കാരണം 3 ലക്ഷം വ്യവസായം ഇവിടെ വന്നു എന്ന് പറയുന്നത് തന്നെ ശുദ്ധ തട്ടിപ്പാണ്. ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. നാട്ടിൽ ആരെങ്കിലും ബുട്ടിക്ക് തുടങ്ങിയാൽ അതെല്ലാം, ചെറിയ ഒരു തയ്യക്കട തുടങ്ങിയാൽ അതെല്ലാം രാജീവിൻ്റെ അക്കൗണ്ടിൽ എഴുതേണ്ട കാര്യമല്ല. അതൊക്കെ സ്വാഭാവികമായി നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. വ്യവസായ ഉദ്യോഗസ്ഥന്മാർ നടന്ന് എവിടെല്ലാം ബുട്ടിക്ക് തുടങ്ങി, തയ്യക്കട തുടങ്ങി, എവിടെല്ലാം ചെറിയ ചെറിയ കടകൾ തുടങ്ങി എന്നുള്ളതെല്ലാം എടുത്ത് ഇതെല്ലാം വ്യവസായങ്ങൾ തുടങ്ങിയതാണെന്നും ഇതെല്ലാം ഇടതുമുന്നണിയുടെ നേട്ടമാണെന്നും പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കേരളം ഒരിക്കലും ഈ ഗവൺമെൻറ് കാലത്ത് വ്യവസായങ്ങൾ വരികയോ ഇവിടെ വളരുകയോ ചെയ്തിട്ടില്ല. പൂട്ടിപ്പോകുന്ന വ്യവസായങ്ങളാണ് കൂടുതലുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മിക്കവാറും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനവുമല്ല കേരളം. ഇതെല്ലാം CPMൻ്റെ ഒരു പ്രചാരവേല മാത്രമാണ്. ആ പ്രചാരവേലയിൽ ഞങ്ങൾ ആരും കുടുങ്ങാൻ പോകുന്നില്ല. ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശശി തരൂർ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹത്തിന് ഇതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിക്കാണില്ല. മന്ത്രി പറഞ്ഞ വിവരങ്ങൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളൂ. ഒരു മിനിറ്റിൽ ഒരു വ്യവസായം തുടങ്ങിക്കളയെന്നൊക്കെ പറഞ്ഞ ആളുകളുടെ ഇടയിൽ
ഒരു വിശ്വാസ്യത ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഒരു മിനിറ്റിൽ ഏത് വ്യവസായമാണ് കേരളത്തിൽ തുടങ്ങിയത്? ഒരു മിനിറ്റിൽ വ്യവസായങ്ങൾ പൂട്ടുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ശശി തരൂർ സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ ഈ വാദങ്ങൾ കേട്ട് പറഞ്ഞതാകാനേ മാർഗമുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. ഈ സംസ്ഥാന ഗവൺമെൻറ് നിലപാട് ഒരിക്കലും ശരിയല്ല. അവർ കുറേ നാളുകളായി ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഇത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല. ഇവിടെ പുതിയൊരു വ്യവസായം പുതുതായിട്ട് വരുന്നില്ല. നാട്ടിൽ അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാർ വിദേശത്ത് പോയി പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ വസ്തുത. പങ്കെടുക്കുന്ന രണ്ടാളുകളാണ് നിങ്ങൾ. അപ്പോൾ ഒരാൾക്ക് ഇതിന്റെ വസ്തുത ബോധ്യമാകും, ഒരാൾക്ക് ബോധ്യമാകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. തരൂര് ഈ തെറ്റ് തിരുത്തണം എന്ന് ആവശ്യപ്പെടുന്നു. അല്ല, അതല്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ ഏത് സാഹചര്യത്തിലാണ് ഈ ലേഖനം എഴുതിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ വസ്തുത ഇതാണ്: കേരളത്തിൽ ഒരു വ്യവസായങ്ങളും പുതുതായിട്ട് ഇവിടെ വന്നിട്ടില്ല. പുതുതായി വ്യവസായങ്ങൾ ഇവിടെ തുടങ്ങുന്നില്ല. മാത്രവുമല്ല, ഉള്ള വ്യവസായങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഓരോ വ്യവസായ സ്ഥാപനം CNTG റിപ്പോർട്ടുണ്ട്, പരിശോധിക്കണം. വ്യവസായ സ്ഥാപനങ്ങൾ തളരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് വിവരങ്ങൾ പൂർണ്ണമായി ലഭിക്കാത്തതുണ്ടാകാമെന്നാണ് എൻ്റെ വിശ്വാസം. അത് അദ്ദേഹത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. വ്യാജമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തും. കേരളത്തിൽ വ്യവസായങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. വ്യവസായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജോലിയുള്ളൂ. നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരും ജോലി തേടിയും വിദ്യാഭ്യാസം തേടിയും വെളിയിലേക്ക് പോകുന്നു. ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി. അത് കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. അദ്ദേഹവുമായി ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കും. സഭയ്ക്കകത്തും പുറത്തൊക്കെ നിരന്തരമായിട്ട് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് വ്യവസായം തുടങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തരൂർ ഇങ്ങനെ പാർട്ടിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ അല്ല, എന്നെനിക്ക് തോന്നുന്നില്ല. ഏതായാലും അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ രേഖകൾ വെച്ച് സംസാരിക്കും.